നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആഗ്രഹിച്ച വിജയം കൊയ്തെങ്കിലും ഡൽഹിയിൽ സർക്കാരിനെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇതുവരെയും BJPക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ ചർച്ചകൾ ഇപ്പോഴും രാജ്യ തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ നിരവധി ഉന്നതതല യോഗങ്ങൾ നടന്നെങ്കിലും അന്തിമ തീരുമാനമെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണിപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി വിഷയത്തിൽ ഒരു നിർണായക വിവരം പുറത്തുവരുന്നത്. സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതിനും ഏറ്റവും ഒടുവിൽ അതീഷി മർലേനയ്ക്കും ശേഷം ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി കൂടി വരാനുള്ള സാഹചര്യമാണ് നിലവിൽ വരുന്നതെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും പുതുമുഖങ്ങളായ വനിതകളെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. AAPയുടെ ഒരു പതിറ്റാണ്ട് നീണ്ട ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് ആകെയുള്ള 70 സീറ്റുകളിൽ 48 എണ്ണവും നേടി BJP അധികാരം നേടിയത്. ഇതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വ്യക്തിക്ക് വേണ്ടി ചർച്ചകളും ആരംഭിച്ചു. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4 വനിതകളിൽ ഒരാൾക്ക് ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുവാനുള്ള സാധ്യത തെളിയുകയാണ്. അതേസമയം ഫെബ്രുവരി 14 ശേഷം BJP ഡൽഹി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ലഭ്യമാകുന്ന മറ്റൊരു വിവരം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികരിൽ നിന്നാണ് അടുത്ത ഡൽഹി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. പ്രാതിനിധ്യം കുറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു ഉപമുഖ്യമന്ത്രിയെ നിയമിക്കുന്ന കാര്യവും BJP പരിഗണിക്കുന്നുണ്ട്. കൂടാതെ പുതിയ മന്ത്രിസഭയിൽ സ്ത്രീകൾക്കും ദളിതർക്കും ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും സൂചനകൾ വരുന്നു. BJPയുടെ വിജയിച്ച സ്ഥാനാർത്ഥികളിൽ 4 വനിതാ നിയമസഭാ അംഗങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ മുന്നേറിയിരുന്നു. രേഖ ഗുപ്ത ഷാലിമാർ ബാഗിൽ ആം ആദ്മി പാർട്ടിയുടെ വന്ദന കുമാരിയെ 29,595 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. ശിഖാ റോയ് ഗ്രേറ്റർ കൈലാഷിൽ വിജയിച്ചത് AAPയുടെ മുതിർന്ന നേതാവ് സൗരഭ് ഭരദ്വാജിനെ 3,188 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ്. അതേസമയം പൂനം ശർമ്മ വസീർപൂർ സീറ്റ് ഉറപ്പിച്ചത് AAPയുടെ രാജേഷ് ഗുപ്തയെ 11,425 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ്. അതേസമയം നീലം പെഹൽവാൻ AAPയുടെ തരുൺ കുമാറിനെ 29,009 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് നിയമസഭയിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത്. ഇവരിൽ ആരെങ്കിലും ഒരാളാവുമോ മുഖ്യമന്ത്രി എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. അതേസമയം 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ BJPയുടെ ഭരണത്തിന് ചുക്കാൻ പിടിച്ചത് മുതിർന്ന നേതാവ് പർവേഷ് വർമ്മ അടക്കമുള്ളവരാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ കഴിഞ്ഞ 12 വർഷമായി വെന്നിക്കൊടി പാറിച്ചിരുന്ന AAP കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ തകർത്തെറിഞ്ഞാണ് പർവേഷ് വർമ്മ ജയം നേടിയത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്.